ദേശീയ വായ ശുചിത്വ ദിനാചരണം നടത്തി. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനും കരുനാഗപ്പള്ളി നഗരസഭയും സംയുക്തമായാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ദന്തപരിശോധന ക്യാമ്പും നടത്തി. IDA കരുനാഗപ്പള്ളി ബ്രാഞ്ച് CDH വിഭാഗവും കരുനാഗപ്പള്ളി നഗരസഭയും സംയുക്തമായാണ് ദേശീയ വായ് ശുചിത്വ ദിനാചരണം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി സൗജന്യ ദന്തപരിശോധന ക്യാമ്പ്, വായ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, സൗജന്യ ശുചിത്വ കിറ്റ് വിതരണം എന്നിവയും നടത്തി. ബന്ധപ്പെട്ട് പറയുമ്പോൾ കുറിച്ച് പറയാതിരിക്കാനൊക്കില്ല. ഈ ഉള്ളവരിൽ പലരും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരിലും ഈ ഒരു മാരക വസ്തുക്കളെ നമുക്ക് അകറ്റാൻ വേണ്ടി പോരാടുന്ന നമ്മുടെ ഒരു വിങ്ങാണ് കമ്മ്യൂണിറ്റി ഡെന്റൽ തെറാപ്പി. ഇന്നിവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പരിശോധന, അതിനുപരിയായിട്ട് ബോധവൽക്കരണം, തുടർന്ന് ദന്താരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു സാമ്പിൾ കിറ്റ് നമ്മളിവിടെ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ P. സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുനമ്പത്ത് ഗഫൂർ, നഗരസഭാ സെക്രട്ടറി സന്ദീപ് എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ ഗീത ജോയി ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. സ്പോഞ്ച് പോലെയാണ് കിട്ടുന്ന എന്ത് സാധനവും നമ്മുടെ നാട്ടിൽ അബ്സോർബ് ചെയ്യും. ഇപ്പൊ നമ്മൾ അബ്സോർബ് ചെയ്ത് പിടിക്കും. അതുപോലെയാണ് ഇപ്പൊ കൊച്ചു കുഞ്ഞിനും അത് വേണം. വയസ്സായി കഴിഞ്ഞാലോ നമ്മുടെ പല്ല് വയസ്സാവുന്നതോടൊപ്പം പോകുന്നല്ല, നമ്മൾ സംരക്ഷിച്ചാല് ചാവുന്നേരം വരെ വേണമെങ്കിലും പല്ലിരിക്കും. ഒരു വളരെ കുറച്ച് കാര്യമേ ഉള്ളൂ. അങ്ങനെ വയസ്സാകുമ്പോൾ തന്നെ പോകുന്നതിന്റെ കാര്യം മോണരോഗങ്ങൾ വരുന്നതുകൊണ്ടാണ്. നമ്മൾ നേരത്തെ കൂട്ടി മോണരോഗം കണ്ടെത്തിയാലും നമ്മൾ അതിനെ ചികിത്സിച്ചോ അല്ലെ നേരാമണ്ണം ചെയ്തോ സൂക്ഷിച്ചാൽ നമ്മൾ മരിക്കുന്നിടം വരെ നമ്മുടെ വായിൽ പല്ല് കാണും. അപ്പൊ പ്രധാനമായിട്ട് വരുന്നത് പല്ലിനുണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പല്ലിന് പോടുണ്ടാകുന്നു, മോണരോഗം അല്ലേ, പിന്നെ നാക്കില് കണവായ ഓരോ അൾസേഴ്സ് വരുന്നു. ഈവൻ നമ്മുടെ പല്ല് ശ്രദ്ധിക്കാതെ പോയാൽ ഷാർപ്പായിട്ടുള്ള പല്ലിരുന്നിരുന്ന് ക്യാൻസർ വരെ ഉണ്ടാവാം. രഞ്ജിത് കുമാർ, ഡോക്ടർ രത്നകുമാർ, ഡോക്ടർ ആതിര S, ഡോക്ടർ സുരാജ് K. നായർ, ഡോക്ടർ ശ്രീജ ചന്ദ്രൻ, ഡോക്ടർ ദീപക് D, ഡോക്ടർ ശ്രീഷ്മ, ഡോക്ടർ ശാലിനി, ഡോക്ടർ ആദിത്യ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.